ഡിഗ്രിക്ക് പൊതുവെ സംസാരിക്കുമ്പോൾ തന്നെ ഒരു സർക്കാസം സ്വഭാവം ഉണ്ടല്ലോ, ഒരു തക്ലൈൻ സ്വഭാവം ഉണ്ടല്ലോ. അപ്പൊ അതും കൂടി പരിഗണിച്ചുകൊണ്ടാണോ അവർ ഈ റോളിലേക്ക് കാസ്റ്റ് ചെയ്തത്? യഥാർത്ഥ ജീവിതത്തിൽ നിഖിലുമായിട്ടൊരു ബന്ധവുമില്ല. ഈ മാളവിക എന്ന് പറഞ്ഞ ക്യാരക്ടർ മാത്രമാണ് ഇതിനകത്ത് പേരിലൂരുകാരി അല്ലാത്തത്. അപ്പോൾ ശരിക്കും പേരിലൂരുകാരി അല്ലെങ്കിൽ പോലും അത്ര ഈ പറയുന്ന റിയൽ ലൈഫ് ക്യാരക്ടറുമായിട്ടൊരു ബന്ധവുമില്ല. പറ്റുന്ന അമളികളുമാണ് മൊത്തത്തിൽ. അത് കയ്യിൽ മണ്ടത്തരം ഉള്ളത് കൊണ്ടാണ് ഇഷ്ടംപോലെ അമളികൾ പറ്റുന്നത്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ എന്തായാലും മനസ്സിലാവും ഈ ക്യാരക്ടർ അങ്ങനെയാണ്. ട്രെയിലറിൽ കുറച്ച് നമുക്ക് കാണാമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. നല്ല രസത്തിൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ ഒരു റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നിങ്ങളാണല്ലോ പറയേണ്ടത് അത് എങ്ങനെ വന്നിട്ടുണ്ട് എന്നുള്ളത്. നിങ്ങളുടെ ക്യാരക്ടർ ത്രൂ ഔട്ട് ഒരു താല്പര്യമില്ലായ്മ ഉണ്ടല്ലോ ഇതിനകത്ത്. അപ്പോൾ അത് നിൽക്കും വേണം, എന്നാൽ ഹ്യൂമർ വർക്ക്ഔട്ട് ആവും വേണം. അപ്പൊ അങ്ങനെ ഒരു കാര്യം നിഖിൽ അധികം ചെയ്തിട്ടുമില്ല. അപ്പൊ അതിന്റെ അപ്രോച്ച് എങ്ങനെയാണ്? താല്പര്യമില്ലായ്മ എന്നുള്ളത് കഥയുടെ ഒരു ഒഴുക്കിനെ സംബന്ധിച്ച് വരുന്നതാണ്. ഫസ്റ്റ് എപ്പിസോഡിൽ അതിൽ മനസ്സിലാവും നമുക്ക് ഈ ഗ്രാമത്തിലേക്ക് വരാനൊരു താല്പര്യമുണ്ട്. പക്ഷെ അത് പിന്നെ അവിടെ നിന്നുള്ള നാട്ടുകാരുടെ പെരുമാറ്റവും നാട്ടുകാർ ലൈഫിൽ ഉണ്ടാക്കി കൊടുക്കുന്ന കാര്യങ്ങളും കണ്ടിട്ടാണ് പിന്നെ ഇത് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നുള്ളൊരു പോയിന്റിലേക്ക് എത്തും ഈ മാളവിക എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ. അതിലാണ് അതിന്റെ ഒരു ഫൺ ഇരിക്കുന്നത്. ആ ക്യാരക്ടറിന്റെ ഒരു ഫൺ ഇരിക്കുന്നത് അവിടെയാണ്. റൈറ്ററുടെ അടുത്ത് തന്നെയാണ്. നോർമലി താങ്കളുടെ എല്ലാ ചിത്രങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഉദാഹരണം കുഞ്ഞിരാമായണമായാലും അതിലും ഭയങ്കര രസമായിട്ടാണ് ഒരു ഗ്രാമം, ആ നാട്ടുകാർ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വെബ് സീരീസിൽ അങ്ങനെ തന്നെ. കാരണം ഇവിടെയുള്ള ഓരോ കഥാപാത്രങ്ങൾക്കും പേരുകൾ ഇരട്ട പേരുകളാണ്. ഇന്ന ആളുടെ കഥാപാത്രത്തിൻ്റെ ഇരട്ട പേര്, അങ്ങനെ ഒരു ശരിക്കും നല്ല നമ്മുടെ നാട്ടുമറങ്ങൾ അങ്ങനെ വിളിക്കുക. ശരിക്കും താങ്കളുടെ ബ്ലോഗുകൾ അങ്ങനെ പ്രത്യേക ശരിക്കും അങ്ങനെ തന്നെ കരുതിയാണോ ഒരു പ്രീ പ്ലാൻഡ് ആയിട്ട് അത് ഇങ്ങനെ ഒരു ഇതിനെ പാറ്റേൺ പിടിക്കാൻ എന്നൊരു? പല കഥാപാത്രങ്ങളും നേരത്തെ എഴുതി വെച്ചിട്ടുള്ളതാണ്. എന്റെ കഥകളിൽ എഴുതിയിട്ടുള്ള കഥാപാത്രങ്ങളാണ്. ഇപ്പൊ ഈ എപ്പോഴും ഒരു ഇരട്ടപ്പേരുണ്ടെങ്കിൽ പറഞ്ഞ പോലെ നമ്മൾ നോട്ടീസ് ചെയ്യുമല്ലോ. പിന്നെ അവർക്ക് എന്തെങ്കിലും ഇരട്ടപ്പേരിനോട് ചേർന്നിട്ട് അവർക്ക് ഒരു ക്യാരക്ടർ ഉണ്ടാവും. അത് രണ്ട് രീതിയിലും വരാം. നമുക്ക് പേരിൽ നിന്ന് ക്യാരക്ടറൈസേഷനും കൊണ്ടുവരാം, ക്യാരക്ടറൈസേഷനിൽ നിന്ന് ഒരു ഇരട്ടപ്പേരും ചേർക്കാൻ പറ്റും. അങ്ങനത്തെ ഒരുപാട് പേരുണ്ട്. അനസൻ രാജേഷ്, ധൃതിനി സാർ, സൈക്കോ ബാലേന്ദ്രൻ, കാണാതായ കുഞ്ഞിപ്പ. അപ്പൊ എല്ലാ നാട്ടിലും ഉണ്ടാവും ഒരുപാട് പേര്. അപ്പൊ അതിനെ നമ്മൾ സ്ക്രീനിൽ എത്തിച്ചിട്ടുണ്ട്. ഡയറക്ടർ ആദ്യ ചിത്രമാണല്ലോ. ഇപ്പം നമ്മൾ മുമ്പ് ഐവി സാറിന്റെ ഒക്കെ ശശികാന്തിന്റെ ഒക്കെ സിനിമ കാണാൻ നേരത്ത് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉള്ള ബിഗ് ഫ്രെയിമിൽ വരുന്ന നമ്മൾ സിനിമ കണ്ടു തുടങ്ങി. ഇപ്പൊ ലാൽ സാറിന്റെ ഒക്കെ മീശോതിന്റെ അത് മാധവനെ മീശ ഇടിച്ചിരിക്കുന്നതെന്ന് പറയാൻ നേരത്തെ ആ താടി വെച്ച ആ വെള്ള താടിയുള്ള അപ്പൂപ്പനെ പോലും ഓർത്തിരിക്കുന്നു. ചെറിയ ഒരു സ്ക്രീൻ സ്പേസിൽ കാണിക്കുന്ന ആളെ പോലും ഓർത്തിരിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഒരുപാട് ക്യാരക്ടേഴ്സിനെ എക്സിക്യൂട്ട് ചെയ്യണം. അപ്പൊ അത് എത്രത്തോളം ഡിഫിക്കൽട്ട് ആയിരുന്നു? ആക്ച്വലി ഈ കഥ എന്ന് പറഞ്ഞാൽ തന്നെ ഇത് ഒരു നാടിന്റെ കഥയാണ്. അപ്പൊ ഇതില് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ആദ്യത്തെ എപ്പിസോഡിൽ ഒരു കവലയിൽ ഒരു സീൻ കാണിക്കുന്ന സമയത്ത് രണ്ടുപേര് സംസാരിക്കുന്ന സീനാണെങ്കിൽ അതിന്റെ പുറകിൽ ഒരു ഇമ്പോർട്ടൻസും ഇല്ലാതെ നിൽക്കുന്ന ഒരാളായിരിക്കാം മേ ബി ആറാമത്തെ എപ്പിസോഡിലെ പ്രധാന വില്ലൻ. അപ്പോൾ ഇവരുടെ ഈ ക്യാരക്ടറൈസേഷൻ ഇപ്പോൾ ധൃതിനി സാർ, അനസൻ രാജേഷ്, അങ്ങനെ ഓരോരോ കഥാപാത്രങ്ങളുണ്ട്. അവർക്ക് അവരുടേതായ ക്യാരക്ടറൈസേഷനുകളുണ്ട്. ഇത് ത്രൂ ഔട്ട് പിടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചലഞ്ച് തന്നെയായിരുന്നു. കാരണം ഒരു സീൻ എടുക്കുന്ന സമയത്ത് ആ സീനിൽ ആക്ച്വലി അവർക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടാവില്ല. പക്ഷെ അവരുടെ ക്യാരക്ടറൈസേഷൻ അവരുടെ ആ ബോക്സിൽ നിന്ന് പുറത്ത് പോകാനും പാടില്ല. അത് നമുക്ക് എന്തായാലും 125ഓളം കഥാപാത്രങ്ങളുണ്ട് ഇതിനകത്ത്. അതിനകത്തൊരു 80ഓളം പേര് പുതിയ ആളുകളാണ്. പുതിയ ആളുകൾ എന്ന് വെച്ചാൽ അവർ സിനിമയിലും സീരീസിലുമാണ് പുതിയത്. പക്ഷെ നാടകത്തിലും ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളുകളായിരുന്നു. അപ്പോൾ അവർക്കെല്ലാവർക്കും ഈ ക്യാരക്ടറിനെ കുറിച്ചൊരു വ്യക്തമായ ക്ലാരിറ്റി അവർക്കുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഗംഭീര ആക്ടേഴ്സുമാണ്. അപ്പോൾ ഈ സീരീസ് വരുന്ന സമയത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് തന്നെ അവരുടെ പെർഫോമൻസ് ആയിരിക്കും. അപ്പോൾ അവരുടെ ഭാഗത്തുള്ള കോൺട്രിബ്യൂഷനും ഭയങ്കരമായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ദീപുവിൻ്റെ എഴുത്തുകൾ നേരത്തെ ചോദിച്ച പോലെ തന്നെ ഈ ക്യാരക്ടർ നെയിമിൻ്റെ തമാശകളൊക്കെ ചോദിച്ചു. ദീപുവിൻ്റെ എഴുത്തുകളിൽ എപ്പോഴും പരമാവധി തമാശ കയറ്റാൻ ദീപു നോക്കാറുണ്ട്. അതിപ്പോൾ ക്യാരക്ടർ നെയിംസിലാണെങ്കിലും ശരി, നാടിൻ്റെ പേരാണെങ്കിലും ശരി. ഞങ്ങളെപ്പം പറയും വരികൾക്കിടയിൽ കുത്തിലും കോമയിലും വരെ കോമഡി കയറ്റാൻ നോക്കുന്ന ആളാണ് ദീപു. അപ്പോൾ ഈ ക്യാരക്ടേഴ്സിനെല്ലാം ഡീറ്റെയിൽ സ്ക്രിപ്റ്റിൽ ഉണ്ടാവുന്നത് കൊണ്ട് എനിക്കും അതിലൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു. ആ ക്ലാരിറ്റി എനിക്ക് ആക്ടേഴ്സിന് കൊടുക്കാനും പറ്റും. അപ്പോൾ അവരുടെ ഭാഗത്തുള്ള കോൺട്രിബ്യൂഷനും ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഇവര് ഈ ആണ് കാണൽ സീനുണ്ടല്ലോ, അത് ട്രെയിലറിൽ എല്ലാവരും വളരെ പ്രതീക്ഷയോട് നോക്കിയിരിക്കുന്നതാണ്. നമ്മൾ പ്രിവ്യൂവിൽ കണ്ടിട്ടില്ല. അപ്പൊ അതിന്റെ ഷൂട്ടിങ്ങും അല്ലെങ്കിൽ അതിന്റെ ഐഡിയ കൊണ്ട് തന്നെ എത്രത്തോളം എക്സൈറ്റിംഗ് ആയിരുന്നു? അതിനും ഈ പറഞ്ഞ സർക്കാസം സ്വഭാവം ഉണ്ടോ?
രണ്ട് ഇപ്പോൾ വിജയരാഘവൻ പറഞ്ഞായിരുന്നു ഹ്യൂമർ ചെയ്യാന്ന് പറയുന്നത് തിൻ ലൈനാണ്. അത് അങ്ങോട്ട് പോയാൽ ചടിയാവും, ഇങ്ങോട്ട് പോയാൽ കറക്റ്റാവും. അപ്പോൾ ഹ്യൂമർ ആദ്യമായിട്ട് ഇങ്ങനെ ചെയ്യുക, അത് സാഹചര്യത്തിനനുസരിച്ച് വരുന്ന ഹ്യൂമർ ചെയ്യുക, അതിൻ്റെ ഒരു അപ്രോച്ച് എങ്ങനെയാണ്? ആളുകളെ ഷൂട്ട് ചെയ്യുമ്പോൾ നല്ല രസമായിരുന്നു. കാരണം ഞാൻ വരുമ്പോഴത്തേക്കും സണ്ണിയുടെ എൻട്രിയൊക്കെ ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനത് കണ്ടിട്ടാണ് എൻ്റെ റിയാക്ഷൻസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സണ്ണി അത് ഭയങ്കര രസമായിട്ട് ചെയ്തത് കൊണ്ട് തന്നെ അത് ചെയ്യുമ്പോൾ ഇത് നമ്മൾ മനസ്സിൽ കണ്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അത് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഷൂട്ട് ചെയ്യാൻ. നമ്മൾ ആ സമയത്ത് ഇങ്ങനെ എല്ലാവരും ഇരിക്കുമ്പോൾ അതിനെപ്പറ്റി ഇങ്ങനെ ഡിസ്കസ് ചെയ്യുക കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവരും ചോദിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു പുതുമ എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്കതൊരു സീനായിട്ട് ഷൂട്ട് ചെയ്യുന്നത് അഭിനയിക്കുന്നു എന്നുള്ളവർക്ക് അവനൊക്കെ നമ്മൾ അങ്ങനെ ചിന്തിക്കണം. അപ്പോൾ അവിടെ ഷൂട്ട് ചെയ്യുമ്പോൾ നല്ല രസമായിരുന്നു. ഹ്യൂമർ ഞാൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ കഴിഞ്ഞിട്ട് വേണം ആരെങ്കിലും പറയാൻ എൻ്റെ ഹ്യൂമറൊക്കെ ഓർക്കാനുണ്ടോ എന്നുള്ളത്. അപ്പോൾ ആ തിൻ ലൈനിനെ പറ്റിയിട്ട് ഇപ്പം എനിക്ക് പറയാൻ പറ്റില്ല. ചേട്ടാ, ഈ സിനിമയിൽ ചേട്ടൻ സൈക്കോ ബാലനായിട്ട് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ റെഫറൻസ് എടുത്തത് ശ്രീനിവാസൻ്റെ മൂതനോണ്ടി അസോസിയേറ്റിലെ ആ ഒരു ക്യാരക്ടറാണെന്ന് പറഞ്ഞു കേട്ടിരുന്നു. അപ്പം അത് എത്രത്തോളം ഹെൽപ്പായിരുന്നു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്? അതല്ല ഞാൻ കോപ്പി അടിച്ചത്. രോമാഞ്ചത്തിൽ അർജുൻ അശോകൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ് കേൾക്കുമ്പം. സൈക്കോ ബാലേന്ദ്രൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിരിക്കും. പപ്പേട്ടൻ പറഞ്ഞപ്പം ഇങ്ങനെ ദീപുവിനെ പ്രവീഞ്ചനെ ഫസ്റ്റ് അവിടെ ദീപു എന്നെ വിളിച്ചു, കഥ പറഞ്ഞു. കേൾക്കുമ്പോൾ ഭയങ്കര ആയിരുന്നു സൈക്കോയുടെ പ്രവർത്തികൾ. ചെന്ന് ക്യാമറയുടെ മുന്നിൽ നിന്നപ്പോൾ ഞാൻ വളരെ കഷ്ടപ്പെട്ടു. അപ്പം എനിക്ക് ഒറ്റ മുഖം ഓർമ്മ വരുന്നുള്ളൂ, അർജുൻ അശോകൻ. അവനെ അങ്ങനെ എന്നെ കോപ്പിടിക്കാൻ പറ്റും. ഡയറക്ടറുടെ അടുത്താണ്. ഇത് ഹോട്ട്സ്റ്റാറിൻ്റെ 3ാമത്തെ വെബ് സീരീസ് ആണ്. ഇതിനു മുമ്പ് ചെയ്ത 2 വെബ് സീരീസുകളിലും അത് സിനിമ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ഡയറക്ടേഴ്സാണ്. താങ്കളൊരു ഡെബ്യൂട്ടായിട്ട് ചെയ്യുന്നൊരു ഇതാണ്. അപ്പോൾ എങ്ങനെ അത്രത്തോളം ടഫായിരുന്നു ഇങ്ങനെ ഇത്രയും വലിയൊരു കാസ്റ്റ് ആൻഡ് ക്രൂവിനെ വെച്ചിട്ട് ചെയ്യാനായിട്ട്? ടഫായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുന്ന വർക്കാണെങ്കിൽ ഞാൻ എന്നാലും കുറച്ച് വർഷങ്ങളായിട്ട് ഞാനിവിടെ അസിസ്റ്റന്റ് സംവിധായകനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് മലയാള സിനിമയിൽ. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസുകളും എൻ്റെ ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസുകളും ഒക്കെ എനിക്ക് ഇത് കുഴപ്പമില്ലാതെ കൊണ്ടുപോകാൻ എനിക്ക് ഹെൽപ്പായിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നല്ല രസമുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. വെബ് സീരീസ് എന്നുള്ള രീതിയിൽ സിനിമയേക്കാൾ കുറച്ചുകൂടെ ഫ്രീഡം ഉണ്ട്. കുറച്ചുകൂടെ ആക്ടേഴ്സിൻ്റെ ലൈഫ് ഉണ്ട്, കുറച്ചുകൂടെ ക്യാരക്ടേഴ്സിൻ്റെ ലൈഫ് ഉണ്ടാവും, അവരുടെ കുറച്ചുകൂടെ ഡീറ്റെയിലിംഗ് ഉണ്ട്. അപ്പോൾ ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു നമ്മളെ സംബന്ധിച്ച് ഇതിൻ്റെ ഒരു ഷൂട്ടിങ്ങും പരിപാടിയൊക്കെ. പിന്നെ പരമാവധി ഈ ഹ്യൂമർ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ മാക്സിമം ശ്രദ്ധിച്ചിട്ടുള്ളത് ഇവരെ പേടിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ക്യാമറ മുന്നിൽ വരുന്നവർക്ക് ഒരു കംഫർട്ട് സോൺ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ ഭയങ്കര ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ഒരു സമയമാണെങ്കിൽ പോലും മുഖത്തെ ടെൻഷനൊക്കെ മറച്ചു പിടിച്ചൊരു ചിരി വെച്ചിട്ടാണ് ഞാൻ ഇവരുടെ അടുത്തേക്ക് പോവുക. അപ്പോൾ ആർക്കും ഒരു ടെൻഷൻ ഇല്ലാതെ എല്ലാവർക്കും കംഫർട്ട് സോൺ ഉണ്ടാക്കി കൊടുത്ത് അവരുടെ മാക്സിമം പെർഫോമൻസ് പുറത്തെടുക്കാനാണ് നോക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് തോന്നുന്നു എനിക്ക് എല്ലാവരുടെയും ഒരു മാക്സിമം പെർഫോമൻസ് അതിനകത്ത് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചേട്ടാ ഇവിടെ കാസർഗോഡിന് ശേഷം വരുന്ന ഒരു വെബ് സീരീസ് ആണിത്. അപ്പം ഈ നേരത്തെ ചോദിച്ചൊരു അഡീഷൻ സണ്ണി ഇപ്പൊ പറഞ്ഞ അർജുൻ സണ്ണിയുടെ റിയൽ ലൈഫ് അടിച്ചത്. അപ്പൊ ആക്ഷൻ സൈക്കോ ഇവിടെ കാസർഗോഡ് വെബ് സീരീസ് അല്ല, കാസർഗോഡിന് ശേഷം വരുന്ന വെബ് സീരീസ് ആണിത്. അപ്പം ഒരു വെബ് സീരീസിലേക്ക് വരുമ്പോൾ വൈകിട്ടുള്ളതായിരുന്നു. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ഒരു വെബ് സീരീസിന്റെ അനുഭവങ്ങൾ? എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്കൊന്നാമത് ഞാൻ ഫസ്റ്റ് ടൈമാണ് വയനാട് ഇത്രയും സമയം ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്നത്. നീലാകാശത്തിന്റെ സമയത്താണ് ചെറിയൊരു പോർഷൻ അവിടെ ഷൂട്ട് ചെയ്തത്, ഒരു സോങ്ങിന്റെ. ഒരു ത്രൂ ഔട്ട് ഒരു വെബ് സീരീസ് അവിടെയാണ്, വയനാടാണ് ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ തന്നെ എൻ്റെ നാട്ടിൽ ഇത്രയും മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ പോലും അറിഞ്ഞില്ലായിരുന്നു ഇത്ര വർഷമായിട്ട്. അപ്പോൾ ഈ വെബ് സീരീസ് ചെയ്യുമ്പോൾ ഒരുപാട് മനോഹരമായിട്ടുള്ള ലൊക്കേഷൻസിലാണ് നമ്മൾ ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റി. പിന്നെ ഇതൊരു ത്രൂ ഔട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതൊരു കംപ്ലീറ്റ്ലി ഒരു ഫൺ ഫീൽഡ് എൻ്റർടൈൻമെൻ്റ് ആണ്, അല്ലെങ്കിൽ എൻ്റർടൈനർ ആണ് ഈ ഒരു വെബ് സീരീസ് എന്ന് പറയുന്നത്. അപ്പം നമ്മളെ സ്ക്രിപ്റ്റ് റൈറ്റർ അതായത് എല്ലാത്തിലും, അതായത് ഓരോ സീൻസിലും നർമ്മം കൊണ്ടുവരാൻ
കൃത്യമായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം നമ്മളത് ചെയ്യുമ്പോൾ വളരെ എൻജോയ് ചെയ്ത് ചിരിച്ച് കളിച്ച് ഹാപ്പി ആയിട്ടാണ് നമ്മളത് ചെയ്തുകൊണ്ടിരുന്നത്. എസ്പെഷ്യലി എൻ്റെ പോർഷൻസൊക്കെ ഞാൻ അങ്ങനെയാണ് കൂടുതലും ഞാൻ പിന്നെ വളരെ ഹാപ്പി ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഡയറക്ടറും നമ്മളൊക്കെ സീക്വൻസ് ചെയ്യുമ്പോൾ ഞങ്ങൾ തന്നെ അത് കുറച്ചു നേരം ചിരിച്ചിട്ട് ചിരിയൊക്കെ നിർത്തിയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യാറുള്ളൂ. അങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ഓവറോൾ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. സിനിമ ചെയ്യുന്ന പോലെ തന്നെയാണ് വെബ് സീരീസ്. കാരണം ഒരു യൂണിറ്റും അല്ലെങ്കിൽ നമ്മുടെ സിനിമയിലുള്ള എല്ലാ ആളുകളും അതേ യൂണിറ്റിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ലൈറ്റിങ്ങിൻ്റെ ആൾക്കാർ പിന്നെ എല്ലാ സിനിമയിലുള്ള അതേ ആൾക്കാർ തന്നെയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് അങ്ങനെ ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്തില്ലെങ്കിലും ഈ പറഞ്ഞ പോലെ ഇത് വളരെ എൻജോയ് ചെയ്ത് ചെയ്തൊരു വെബ് സീരീസ് ആണ്. അത് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. താങ്ക് യു. അപ്പോൾ നമ്മളൊരു ടൈം കൺസ്ട്രെയിൻ ഉള്ളത് കൊണ്ട് ഈ ഒരു സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്തതായി ഈ ഒരു വേദിയിലേക്ക് പേരിലൂർ പ്രീമിയർ ലീഗ് എന്ന ഈ ഒരു സീരീസിന്റെ ഭാഗമായ ഇവിടെ വന്നിരിക്കുന്ന ആർട്ടിസ്റ്റുകളെ ഒരുപാട് സന്തോഷത്തോടു കൂടി തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഒരു ഫോട്ടോ സെഷന് വേണ്ടിയിട്ട്. ഒപ്പം ഏറെ ബഹുമാനത്തോടു കൂടി തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു ദിലീപ് സർ ആൻഡ്